ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ എപ്പിസോഡിൻ്റെ പ്രത്യേകത ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ചമ്മന്തിയാണ്. അപ്പോൾ സാധാ ചമ്മന്തിയല്ല ചെയ്യുന്നത്, ചമ്മന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ചമ്മന്തി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എന്തൊക്കെ ഇപ്പോൾ നമ്മുടെ വയറിന് എന്തൊക്കെ ദഹന പ്രശ്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന ഒരൊറ്റമൂലി ചമ്മന്തിയാണ് നമ്മുടെ ചമ്മന്തി. അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതായിരുന്നു നോക്കാം. അത് കണക്ക് തന്നെ ഇത് ഒരുപാട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഇത് കണക്ക് തന്നെ നാട്ടിൻപുറങ്ങളിലൊക്കെ പ്രസവം കഴിയുമ്പോൾ പ്രസവാനന്തര ശുശ്രൂഷ എന്നും പറഞ്ഞ് ആ സമയങ്ങളിലൊക്കെ ഇത് കണക്ക് തന്നെ കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങ ഇട്ട് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 10-40 ദിവസത്തോളം അതിൻ്റെ ചികിത്സ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ ശരീരം ഒതുങ്ങാനും അത് കണക്ക് തന്നെ ശരീരത്തിനെല്ലാം എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ഒതുക്കിയെടുക്കാനായിട്ട് പണ്ടുള്ളവർ ഇതിങ്ങനെ ചമ്മന്തി ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ. അപ്പോൾ ഇന്നപ്പോൾ നമ്മുടെ എപ്പിസോഡിനകത്ത് ഇന്നിപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഈ ചമ്മന്തിയാണ്. വയറിൻ്റെ പ്രശ്നങ്ങൾ, വയറിൻ്റെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ളവരുണ്ടല്ലോ എല്ലാവരും. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പോലും ഇത് ഏറ്റവും കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളവരും നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാചകം ചെയ്യുന്ന ഇപ്പോൾ ഞാൻ അടുപ്പയിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ പുറത്ത് ചട്ടി വെച്ച്, ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനോട്ടേക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുക. ആദ്യം നമ്മൾ തേങ്ങയാണ്. ഇത് തേങ്ങ ചുട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ചുട്ട് ചെയ്യുമ്പോഴത്തേക്ക് സാറിന് തേങ്ങ അരിഞ്ഞിട്ട് ചുട്ടെടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്, കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് അരച്ചെടുക്കാൻ പാടാവും. ഇപ്പോൾ തിരുമ്മിയ തേങ്ങ നമുക്ക് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുവാണ്. അതുകൊണ്ട് എന്നാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തേങ്ങ ചിലപ്പം പെട്ടെന്ന് മൂത്ത് വരും. ഒത്തിരി മൂക്കാൻ പാടില്ല. തേങ്ങയ്ക്ക് ഒരു ബ്രൗൺ കളർ ചെറുതായിട്ടാണ് അത്ര. തേങ്ങ ഏകദേശം മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഇപ്പോൾ ഒരു 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ആഡ് ചെയ്യാം. ഒരു 4 ചെറിയ ഉള്ളിയെ പിന്നെ ഒരു 4-5 അല്ലിയോളം വെളുത്തുള്ളിയെ നമ്മൾ ഇതിനകത്തോട്ട് പുറത്തേക്ക് വേറെ എരിവിന് ഒന്നും തന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക് ചേർക്കുന്നത് ഓപ്ഷനിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് മാത്രമേ ചേർക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ അടുത്ത കുരുമുളക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുരുമുളക് ചേർക്കും. കുരുമുളക് മൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടനെ ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. തേങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മൂപ്പിച്ചാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ തേങ്ങ വലിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കല്ല് വെച്ച് അരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് തേങ്ങ ഇങ്ങനെ ചിരകിയിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ മിക്സിയിലാണെങ്കിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ ഏറ്റവും എളുപ്പം. ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചമ്മന്തി. മാത്രമല്ല വയറിന് ഭയങ്കര നല്ലതാണ്, ശരീരത്തിന് മൊത്തത്തിൽ നല്ലതാണ്, തണുപ്പാണ് ശരീരത്തിന്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഇപ്പോൾ ഞാൻ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 3/4 ടേബിൾ സ്പൂണുണ്ട് കുരുമുളക്. അപ്പോൾ ഈ കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തേക്ക് നമുക്ക് ഇത് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങയൊക്കെ മൂപ്പിച്ചതെല്ലാം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തേക്ക് നമുക്ക് കല്ല് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കല്ല് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ കല്ല് അരച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ മിക്സറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നതാണൊക്കെ മിക്സി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോഴത്തേക്ക് ഇത് കല്ലിനകത്താണ് ഇപ്പോൾ ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. ഇച്ചിരി ഉള്ള കാരണം തന്നെ നമുക്ക് ഒറ്റ തവണയായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ 2 ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനിയുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടംപുളിയാണ്. ഇതിപ്പോൾ ഒരു 3 കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ കറിവേപ്പില നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോഴത്തേക്ക് വേഗം നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ആദ്യം തന്നെ കുറച്ചിനകത്തോട്ടേക്ക് വെള്ളം തെളിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം തേങ്ങ അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനിയും എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. കുടംപുളി നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതിനകത്ത് ഇട്ട് വെക്കാനായിട്ട്.
ഞാനത് കഴുകിയതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് കഴുകി പിഴിയുവാണങ്ങ്. എന്തായാലും ഇനിയിപ്പോൾ വല്ല അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ പോട്ടെ എന്നോർത്ത് ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് കുടമ്പിൾ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ പണി കഴിഞ്ഞു. ഉപ്പ് ആഡ് ചെയ്യുവാണ്. ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യുക, കാരണം നന്നായിട്ട് പുളിയുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട്. കുറച്ചും കൂടെ വെള്ളം തളിച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തി നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഉരിച്ചിടുന്നത്. കറിവേപ്പിലയുടെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തിയെ. ചമ്മന്തി അപ്പോഴത്തേക്ക് കഴിക്കാൻ പാകമായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇനി തിരിച്ചത് ഈ കല്ലേന്ന് തന്നെ ഇങ്ങനെ കോരി നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റുവാണ്. ബാക്കിയുള്ള കല്ലേലുള്ളതും കൂടെ കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുകൂടെ ഇങ്ങനെ കല്ലേന്ന് എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചമ്മന്തിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ ഗ്യാരണ്ടി പറയുന്നത് നല്ല ടേസ്റ്റാണ്. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് വയറിനൊക്കെ എന്ത് കുഴപ്പമുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർക്ക് എല്ലാവർക്കും ഒരേ പ്രായത്തിൽ എല്ലാവർക്കും പ്രായവ്യത്യാസം ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും ചമ്മന്തി ഇത്. അപ്പം ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കുറച്ചൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് പുളി എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഓർത്തോളുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് പൈസ ഒന്നും ആകത്തൊന്നുമില്ല. ചിലർക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. നിങ്ങൾ ചുമ്മാ വീഡിയോ കണ്ട് മാത്രം വിടല്ലേ, താഴെ കാണുന്ന ഈ റെഡ് ബട്ടനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ടാൽ മതി. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.